ഹായ് ഓൾ, സി കേരളയുടെ ഭാഗത്തു നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. സോ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും കീം രജിസ്റ്റർ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ചെയ്യേണ്ടതും. കീം രജിസ്റ്റർ ചെയ്യണം, കീമിന്റെ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇതുവരെയും കീം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ കേരളത്തിൽ പഠിക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളൊരു അവസരം കീമിന്റെ വിൻഡോ ഓപ്പൺ ആക്കി തന്നിരിക്കുകയാണ്. സോ അവരുടെ പുതിയ നോട്ടിഫിക്കേഷൻ പറയുന്നത്, അതായത് ഇതുവരെ കീമിന് അപ്ലൈ ചെയ്യാത്തവർക്ക് വേണ്ടി ഫ്രഷ് ആയിട്ട് പുതിയ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമാണ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത്. സോ അത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളോ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് ശരിക്കും ഇപ്പൊ കീമിലേക്ക് തന്നിട്ടുള്ളത്. സോ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന അഡ്മിഷൻസ് എന്ന് പറഞ്ഞാൽ MBBS, അതേപോലെ തന്നെ BDS, ആയുഷ് കോഴ്സസ്, അതേപോലെ ഇപ്പം ബാക്കിയുള്ള വെറ്റിനറി കോഴ്സുകൾ, അഗ്രികൾച്ചർ കോഴ്സുകൾ, അതിന്റെ കൂടെ ആർക്കിടെക്ചർ കോഴ്സുകൾ. അപ്പൊ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ NEET UG 2024 റാങ്ക് ലിസ്റ്റിന്റെ ബേസിലായിരിക്കും. ആർക്കിടെക്ചറിന്റെ അഡ്മിഷൻ നാട്ടിന്റെ സ്കോറിന്റെ ബേസിലായിരിക്കും. അപ്പൊ ഇത് രണ്ടിന്റെയും ബേസിലാണ് ശരിക്കും ഇത് നടത്തുക. സോ ഫ്രഷ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ആപ്ലിക്കൻസ് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ, എന്നാൽ കേരളത്തിൽ ഈ മെഡിക്കൽ അലൈഡ് ആർക്കിടെക്ചർ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ നിർബന്ധമായിട്ടും കീം അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇവിടെ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് കീം കാൻഡിഡേറ്റ് പോർട്ടൽ 2024 എന്ന് അടിച്ചാലും മതി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഫ് യു ആർ എ ന്യൂ യൂസർ എന്ന് കാണിക്കും. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ കൊടുത്താൽ അവരതിനുള്ള ഡേറ്റ് അടക്കം കാണിച്ചിട്ടുണ്ട്. ഈ വരുന്ന 19-ാം തീയതി വരെയാണ്, ശരിക്കും ഇപ്പൊ 15-ആയി, 19th 6 മണി വരെയാണ് ലാസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം. സോ അതിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പുകളൊക്കെ ഇവർ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വേണമെന്നുള്ള സർട്ടിഫിക്കറ്റ്സിന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കയ്യിൽ കരുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത്രയും ഓക്കെ കൊടുത്തിട്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞത് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടെ ഉണ്ട്. ഞാൻ NEET എഴുതിയിരുന്നു, കൂടെ ഫാർമസി എക്സാമോ എഞ്ചിനീയറിംഗ് എക്സാമോ ഒക്കെ എഴുതിയെന്ന് വിചാരിക്കുക. പക്ഷേ കീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് ഫാർമസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ എനിക്ക് നീറ്റ് സ്കോറിന്റെ വഴിയുള്ള ഒരു സ്കോർ സബ്മിഷനും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് എനിക്ക് എക്സ്ട്രാ ആയിട്ട് ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്, എന്നാൽ ആ സമയത്ത് ഞാൻ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോഴ്സ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, ആർക്കിടെക്ചറും. അപ്പം ഓൾറെഡി അപ്ലൈ ചെയ്തവരാണ്, എന്നാൽ പുതിയതായി എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ മെഡിക്കൽ അലൈഡ് കോഴ്സുകളോ അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകളോ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ NEET UG എഴുതിയിരിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെഡിക്കൽ അലൈഡ് ആർക്കിടെക്ചർ കോഴ്സുകൾ NEET UG എക്സാമിന്റെയും നാട്ട കോഴ്സിന്റെയും ബേസിൽ മാത്രമേ, അതിന്റെ സ്കോർ കാർഡിന്റെയും ബേസിൽ മാത്രമേ അവിടെ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ളവർ ഇതേപോലെ തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ആഡ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോഴ്സിൽ കോഴ്സ് ആഡ് ചെയ്ത ശേഷം പേയ്മെന്റ് ചെയ്യുക. ഇത്രയാണ് അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി കീം അപ്ലൈ ചെയ്തവർ, മെഡിക്കൽ അലൈഡ് ആർക്കിടെക്ചർ കോഴ്സുകൾ ആഡ് ചെയ്യാത്തവർ, എന്നാൽ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്, എന്നാൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ അവർ ക്യാൻസൽ ചെയ്യും. ഒന്നിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ വരെ ക്യാൻസൽ ആവാനുള്ള സാധ്യതകളുണ്ട്. സോ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്, ഇതുവരെ കീമിന് അപ്ലൈ ചെയ്യാത്തവർക്ക് മെഡിക്കൽ അലൈഡ് ആർക്കിടെക്ചർ കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള അവസരം ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, ഓൾറെഡി കീം അപ്ലൈ ചെയ്തു, പക്ഷെ മെഡിക്കൽ അലൈഡോ ആർക്കിടെക്ചറോ കോഴ്സുകൾ ആഡ് ചെയ്യാൻ വിട്ടുപോയി, എന്നാൽ അത് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അവിടെ നിങ്ങളുടെ നീറ്റിന്റെ സ്കോറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ചർ സ്കോറോ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇതിൽ കയറി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് അത് യൂസ് ആക്കാൻ ശ്രമിക്കാം. ഓക്കെ അല്ലേ? സോ താങ്ക് യു സോ മച്ച്. പുതിയ അപ്ഡേറ്റ്സ് ആയി പുതിയ വീഡിയോസിൽ കാണാം. ബൈ.